കണ്ണൂരിൽ കനത്ത മഴയിൽ കെട്ടിടവും മതിലും തകർന്നു. തളാപ്പ് LIC റോഡിലാണ് കെട്ടിടം തകർന്നു വീണത്. വാട്ടർ സർവീസ് സെന്ററിന്റെ ഒരു ഭാഗമാണ് പൊളിഞ്ഞ് വീണത്. ആളപായമില്ല എന്ന് പ്രാഥമികമായ വിലയിരുത്തൽ. വിവരങ്ങളുമായി മിഥുൻ പിള്ള സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. മിഥുൻ, ഇന്ന് കണ്ണൂരിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില നാശനഷ്ടങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോഴും അവിടെ കാണാം, മഴ തുടരുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? അവിടെ രക്ഷാപ്രവർത്തനമാണോ? ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? രാഹി, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത്. ഇവിടെ കണ്ണൂർ LIC റോഡിന് സമീപത്താണ് ഇത്തരത്തിലൊരു പഴയ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്ന് റോട്ടിലേക്ക് വീണത്. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ മതിലും ഒക്കെ തന്നെ തകർന്ന് വീണിട്ടുണ്ട്. ഏറെ കാലപ്പഴക്കമുള്ളൊരു കെട്ടിടമാണ്. ഒരു സർവീസ് സെൻ്ററിൻ്റെ, വാട്ടർ സർവീസ് സെൻ്ററിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ആളുകൾ നിരന്തരം കടന്നു പോകുന്ന ഒരു വഴി തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടോ ഉള്ള കാര്യങ്ങളൊരു പരിശോധന ആവശ്യമുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് JCB അടക്കം കൊണ്ടുവന്ന് ഇവിടെ ഈ മുകളിലുള്ള സാധനങ്ങളൊക്കെ തന്നെ നീക്കിക്കൊണ്ട് പരിശോധന ഇപ്പോൾ നടത്തി വരികയാണ്. ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഇവിടെ ഒരു 3 ശുചീകരണ തൊഴിലാളികളുടെ ഈ പരിസരമൊക്കെ തന്നെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാൻ പോയതിന് തൊട്ടടുത്ത സമയമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതിലും ഈ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്, ആളുകൾ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആളപായം ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇതൊരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും കണ്ണൂർ മേയറും അടക്കമുള്ള ആളുകൾ ഇവിടെ ഈ പരിസരത്ത് വന്നിട്ടുണ്ട്. ഇവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. JCB അടക്കം കൊണ്ടുവന്ന് ഇവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലവിൽ പ്രാഥമിക നിഗമനത്തിൽ ഇതിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിന് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇവിടെ ഈ ഉദ്യോഗസ്ഥരടക്കം വന്നുകൊണ്ട് കൃത്യമായ പരിശോധന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂരിൽ നിന്ന് റെഡ് അലർട്ടാണ്, അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പാണ്. രാവിലെ തൊട്ട് ശക്തമായ മഴ കണ്ണൂരിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂറോളം നിർത്താതെ മഴ പെയ്തൊരു സാഹചര്യം നഗരത്തിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ തളാപ്പ്, നമ്മുടെ ഈ ബ്യൂറോ ഇരിക്കുന്ന പരിസരത്തൊക്കെ തളാപ്പ് ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എളയാവൂർ ഭാഗത്ത്, സിറ്റി ഭാഗത്തൊക്കെ പലയിടത്തും ഈ താഴ്ന്ന ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിൻ്റെ പിടിയിൽ അമർന്നിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഈ ആരോഗ്യ പ്രവർത്തകരടക്കം എത്തിക്കൊണ്ട് ശുചീകരണ പ്രവർത്തികളും മറ്റും കാര്യങ്ങളും മുറയ്ക്ക് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പഴയ കെട്ടിടം ഇളിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം കണ്ണൂരിൽ ഉണ്ടായത്. രാഖി, ശരി, എന്തായാലും അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ജില്ലയാണ് കണ്ണൂർ. ഇന്ന് എന്തായാലും അവിടെ നിന്ന് ചില നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ, മഴക്കെടുതിയുടെ വിവരങ്ങളാണ് മിഥുൻ പിള്ള പങ്കുവച്ചത്. മഴയിൽ കെട്ടിടവും മതിലും തകർന്നിട്ടുണ്ട്. തളാപ്പ് LIC റോഡിലാണ് കെട്ടിടം തകർന്നു വീണത്. വാട്ടർ സർവീസ് സെന്ററിന്റെ ഒരു ഭാഗമാണ് പൊളിഞ്ഞു വീണത്. ആളപായമില്ല എന്ന ഒരു പ്രാഥമിക നിഗമനമുണ്ട് എങ്കിൽ പോലും വഴിയരികാണ്. അതുകൊണ്ട് തന്നെ ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നു. സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ മിഥുൻ പിള്ള പങ്കുവയ്ക്കുകയായിരുന്നു.